മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഓക്കെ, ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ഈ ഒരു സമയത്ത് നിങ്ങളോട് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ ജെൻഡർലെസ്സുമാണ്, ടൈംലെസ് ആണ്. ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നോ ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. ഓക്കെ, നിങ്ങൾ ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക, കോൺസെൻട്രേറ്റ് ചെയ്യുക, പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക. ഓക്കെ, നമുക്ക് നോക്കാം. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ഒരു സമയത്ത് നിങ്ങളോടായിട്ട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്. what you want to tell you right now. ഈ ഒരു സമയത്ത് അവരെന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ. what they really want to tell you right now. അവർക്ക് നിങ്ങളോടുള്ള മെസ്സേജസ്, നിങ്ങളെ അറിയിക്കാൻ അവരാഗ്രഹിക്കുന്ന മെസ്സേജസ് എന്തൊക്കെയാണ്. what they really want to tell you right now. ഓക്കെ, നമുക്ക് മാസ്റ്റർ കാർഡായിട്ട് വന്നിരിക്കുന്നത് റെസ്പോൺസിബിലിറ്റീസ് എന്നുള്ളൊരു കാർഡാണ്. ഡെഫിനറ്റ്ലി ഈ ഒരു സമയത്ത് ആ വ്യക്തി നിങ്ങളുമായിട്ടൊരു അകൽച്ചയിലായിരിക്കാം. ആ വ്യക്തി നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നത് ഐ ഹാവ് ടു ടേക്ക് കെയർ ഓഫ് മൈ ഫിനാൻഷ്യൽ ആൻഡ് ഇമോഷണൽ നീഡ്സ്. അതായത് അവർക്ക് കുറേ അധികമായിട്ടുള്ള പ്രശ്നങ്ങൾ അവരുടെ ലൈഫിൽ വന്നിട്ടുണ്ട്. ചിലപ്പോൾ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസൊക്കെ ഉള്ള വ്യക്തികളായിരിക്കാം. അവരുടെ ഫിനാൻഷ്യലി അവർക്ക് ഒരുപാട് കാര്യങ്ങൾ സെറ്റിൽ ചെയ്യണമായിരുന്നിട്ടുണ്ടാവാം. അങ്ങനെ ഒത്തിരി ഉത്തരവാദിത്തങ്ങൾ ഉള്ള ഒരു ടൈം അവരിപ്പോൾ ആ ഒരു ടൈമിലൂടെ അവർ കടന്നു പോകുന്നു എന്നുള്ളത് അവർ നിങ്ങളെ കൂടുതലായിട്ട് അറിയിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. മെയിനായിട്ടുള്ള ഒരു കാര്യം, ആ ഒരു എനർജി അത് തന്നെയാണ്. ഓക്കെ, ഐ വോണ്ട് ടു ടെൽ യു ദ ട്രൂത്ത്. എന്താണ് സത്യം എന്നുള്ളത് തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളോട് തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. മീൻസ് ഇത്രയും നാളും അവർ നിങ്ങളോട് വെളിപ്പെടുത്താത്തതായിട്ടുള്ള ചില രഹസ്യങ്ങൾ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ഈ റിലേഷൻഷിപ്പിലുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. ആ ഒരു കാര്യം അവർ നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, യു മേഡ് മീ റിയലൈസ് മൈ ഫ്ലോസ്. അവരുടെ ഷാഡോ സൈഡ് എന്താണ് എന്നുള്ളത് അവർ തിരിച്ചറിയുന്നുണ്ട്. അതിന് കാരണം നിങ്ങൾ തന്നെയാണ്. ചിലപ്പോൾ ഈ ഒരു സെപ്പറേഷൻ ആയിരിക്കാം, ചിലപ്പോൾ നിങ്ങളായിട്ട് തന്നെ ആയിരിക്കാം ഈ ഒരു സെപ്പറേഷന് മുൻകൈ എടുത്തിട്ടുള്ളത്. നിങ്ങൾ ചിലപ്പോൾ ഇപ്പോൾ സൈലൻ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ടാവാം. ഇതെല്ലാം തന്നെ ഇവരിൽ ഒരുപാട് കാര്യങ്ങൾ അല്ലെങ്കിൽ അവരിൽ ഒരുപാട് ചിന്തകൾ ഉണ്ടാക്കി എന്നാണ് അവർ പറയുന്നത്. ഓക്കെ, അവരുടെ തെറ്റുകൾ അവർ സ്വയം മനസ്സിലാക്കാനായിട്ടുള്ളൊരു അവസരമായിരുന്നു ഇത് എന്നവർ പറയുകയാണ്. ആൻഡ് ബീങ് അവേ ഫ്രം യു ഹാസ് അലൗഡ് മീ ടു ഗെയിൻ ക്ലാരിറ്റി. ഓക്കെ, അഗൈൻ അത് തന്നെ നമുക്ക് ഒന്നുകൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്ത് തരാണ്. അവർ പറയുന്നുണ്ട്, നിങ്ങളിൽ നിന്നും അകന്നു മാറിയ സമയം മുതൽ അവർക്ക് അവരുടെ ഒരുപാട് കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തിൽ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ ഒരുപാട് ക്ലാരിറ്റി ഉണ്ടായി എന്നുള്ളതാണ്. ശരിക്കും നിങ്ങൾ ആരാണ്, നിങ്ങളുടെ പ്രണയം അവരുടെ ലൈഫിൽ എന്തായിരുന്നു, നിങ്ങളുടെ ആ ഒരു സ്നേഹം എന്തായിരുന്നു എന്നൊക്കെയുള്ള ഒരു റിയലൈസേഷൻ ആ വ്യക്തിക്ക് ഉണ്ടായിരിക്കുന്നു എന്ന് മനസ്സിലാക്കാം. ഓക്കെ, ഐ വോണ്ട് ടു ഹാവ് ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക്, റെസിപ്രോസിറ്റി. അതായത് നിങ്ങൾ എത്ര സ്നേഹിക്കുന്നുണ്ടോ അത്രയും തന്നെ ആ വ്യക്തി നിങ്ങളെയും സ്നേഹിക്കുന്നുണ്ട്. അതായത് നിങ്ങൾ കൊടുത്ത സ്നേഹം അതുപോലെ തന്നെ നിങ്ങൾക്കും തിരിച്ചു നൽകാൻ ഇപ്പോൾ ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. മേ ബി ഈ ഒരു റിലേഷൻഷിപ്പിൽ മെയിനായിട്ടും നിങ്ങൾ തന്നെ ആയിരിക്കണം കൂടുതലായിട്ട് ഉള്ള അറ്റംപ്റ്റ് ഒക്കെ എടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ അവരായിട്ട് ചിലപ്പോൾ നിങ്ങളായിട്ട് കോൺടാക്റ്റ് ചെയ്യാതിരിക്കുമ്പോൾ നിങ്ങൾ അങ്ങോട്ട് ഈ വ്യക്തിയുമായിട്ട് കോൺടാക്റ്റിൽ വരാൻ ശ്രമിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളായിട്ട് തന്നെ എപ്പോഴും ആക്ഷൻ എടുക്കുന്നുണ്ടായിരുന്നു. ആ ഒരു കാര്യം ഇപ്പോൾ നിങ്ങൾ സൈലൻ്റ് ആയപ്പോഴാണ് അവർ മനസ്സിലാക്കിയിട്ടുള്ളത്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ അവരെ വിളിക്കുന്നില്ലായിരിക്കാം, അല്ലെങ്കിൽ അവർ മെസ്സേജ് ചെയ്യുന്നില്ലായിരിക്കാം. തീർത്തും ഒരു സൈലൻറ്റ് ട്രീറ്റ്മെൻറ്റ് നിങ്ങൾ അവർക്ക് കൊടുക്കുന്നുണ്ട്. അത് അവരിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, ഐ ഫെയിൽ ടു ഗിവ് യു വാട്ട് യു നീഡ്. നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് അത് നിങ്ങൾക്ക് തിരിച്ചു തരാൻ കഴിയുന്ന ആ ഒരു കാര്യത്തിൽ അവർ പരാജയപ്പെട്ടു പോയി എന്നുള്ളതാണ് അവർ മനസ്സിലാക്കിയിരിക്കുന്നത്. ഒത്തിരി കാര്യങ്ങൾ അവർ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് അറിയാം. ദെയർ വെയർ അതർ തിങ്സ് ദാറ്റ് ഗോട്ട് ഇൻ ദ വേ ഓഫ് us ബീങ് ടുഗദർ. ഒരു തേർഡ് പാർട്ടി നിങ്ങൾക്കിടയിൽ ഉണ്ട് എന്നുള്ളത് അവർ മനസ്സിലാക്കിയിരിക്കുകയാണ്. നിങ്ങൾ രണ്ടുപേരെ ഒന്നിക്കാൻ കഴിയാത്ത രീതിയിൽ ഉള്ള ശക്തമായിട്ടുള്ള കാരണങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിലുണ്ട് എന്ന് ആ വ്യക്തി പറയുകയാണ്. ഓക്കെ,
അത് കുറച്ച് പേർക്കെങ്കിലും അത് ഫാമിലി തന്നെ ആയിരിക്കാം, ഫാമിലി മെമ്പേഴ്സ് ആയിരിക്കാം, ഫാമിലി മെമ്പേഴ്സിൻ്റെ ഒപ്പോസിഷൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്ട്രഗിൾ ആയിരിക്കാം. ഓക്കെ, അവർ ലവ് ഈസ് ഓൾവേസ് ദെയർ ഡെസ്പൈറ്റ് ഡിസ്റ്റൻസ്. ഓക്കെ, ഇപ്പോൾ എത്ര ഡിസ്റ്റൻസിലാണെങ്കിൽ പോലും എപ്പോഴും ആ ഒരു പ്രണയം അതുപോലെ തന്നെ നിറഞ്ഞു നിൽക്കും. ഒരിക്കലും നിങ്ങളെ സെപ്പറേറ്റ് ചെയ്യാൻ ഒരു ശക്തിക്കും കഴിയില്ല എന്നവർ പറയാണ്. ആൻഡ് ഐ ഡോണ്ട് നോ ഇഫ് വി വിൽ എവർ ചേഞ്ച്. ചില ഹാബിറ്റ്സ് അവർക്ക് തന്നെ മാറ്റാൻ കഴിയുന്നുണ്ട്, ചില അവരുടെ പ്രത്യേക തരമായിട്ടുള്ള സ്വഭാവ രീതികൾ, അല്ലെങ്കിൽ അവർക്ക് എന്താണ് ചിലപ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്ന പോലെയുള്ളൊരു സ്നേഹം, ആ ഒരു കെയർ, അറ്റൻഷനൊന്നും അവർക്ക് നിങ്ങളോട് കാണിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. അത് ചേഞ്ച് ആക്കാനായിട്ട് ഇനി കഴിയുമോ എന്നവർ ചിന്തിക്കുന്നുണ്ട്. ആൻഡ് ഓക്കെ, ദ വേ യു ലവ് ക്യാൻ നെവർ ബി മാച്ച്ഡ്. ഓക്കെ, നിങ്ങളെ ഒരിക്കലും മറ്റൊരാളുമായിട്ട് കമ്പയർ ചെയ്യാൻ പോലും കഴിയില്ല. നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു രീതി എന്ന് പറയുന്നത് അത്രയും പെർഫെക്റ്റ് ആണ്, ഇറീപ്ലേസബിൾ എന്നാണ് അവർ പറയുന്നത്. അതായത് ഒരിക്കലും അവർക്ക് മറ്റൊരാളുമായിട്ട് നിങ്ങളെ മാച്ച് ചെയ്യാൻ അല്ലെങ്കിൽ കമ്പയർ ചെയ്യാൻ കഴിയില്ല. അത്രയ്ക്കും അവർക്ക് നിങ്ങളുടെ ആ ഒരു സ്നേഹം ഇമ്പോർട്ടൻ്റ് ആണ്, അവർ പ്രയോറിറ്റൈസ് ചെയ്യുന്നത് നിങ്ങളെ ആണെന്നൊക്കെയാണ് ഇപ്പോൾ അവർ നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നത്. ഐ മിസ് യുവർ ഇൻസൈഡ് ജോക്സ്. ഓക്കെ, ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ഒരുമിച്ച് ഉണ്ടായിരുന്ന ഒരുപാട് തമാശകൾ പറഞ്ഞിരുന്ന കുറേ നിമിഷങ്ങൾ, ഒരുപാട് അധിക സമയം സംസാരിച്ചിരുന്നിട്ടുള്ള ആ മൊമെൻറ്റ്സ് ഒക്കെയും അവരുടെ മനസ്സിൽ ഇങ്ങനെ കടന്നു വരുന്നുണ്ട്. അതൊക്കെയുമാണ് ആ വ്യക്തി ഇപ്പോൾ മിസ്സ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഐ ലെഫ്റ്റ് വെൻ തിങ്സ് ഗോട്ട് ഹാർഡ്. ഒരുപാട് കാര്യങ്ങളൊക്കെ നിങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ കൂടി വന്നപ്പോൾ, അല്ലെങ്കിൽ ആ ഒരു ഡിസ്റ്റൻസ് കൂടി വന്നപ്പോൾ നിങ്ങളെ ഒന്നും അറിയിക്കാതെ അല്ലെങ്കിൽ നിങ്ങളോടൊന്നും പറയാതെ ഈ വ്യക്തി എസ്കേപ്പ് ചെയ്തു പോയതായിട്ടാണ്, ഈ ഒരു സിറ്റുവേഷനായിട്ടാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ കാണുന്നത്. അത് അവർ തന്നെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അവരായിട്ടാണ് അങ്ങനെ ഒരു എസ്കേപ്പിസം നടത്തിയിട്ടുള്ളത്. അത് തെറ്റായി പോയി, അത് അവരുടെ ഭാഗത്തുള്ളൊരു മിസ്റ്റേക്കാണ് എന്നാണ് ഇപ്പോൾ അവർ നിങ്ങളോട് പറയുന്നത്. ഓക്കെ, ഐ നോ മൈ ഇനബിലിറ്റി ടു മേക്ക് എ ഡിസിഷൻ ഹേർട്സ് യു. ഓക്കെ, ഒരു പ്രോപ്പറായിട്ടുള്ളൊരു ടൈമിൽ പ്രോപ്പറായിട്ടുള്ളൊരു ഡിസിഷൻ എടുത്തിട്ടില്ല ആ വ്യക്തി, അത് നിങ്ങളെ ഒരുപാടധികം വേദനിപ്പിച്ചിട്ടുണ്ട് എന്ന് അവർ റിയലൈസ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, ഒരുപാട് കാര്യങ്ങൾ അവരുടെ ഭാഗത്തുള്ള ഒരുപാട് ഷാഡോ സൈഡ്സ് അവരിപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നു. ഈ സെപ്പറേഷൻ തീർത്തും അവരുടെ തെറ്റുകൾ മനസ്സിലാക്കാനുള്ള ഒരു സമയം കൂടിയായിരുന്നു എന്ന് ഇപ്പോൾ അവർ അംഗീകരിക്കുന്നുണ്ട്. ഓക്കെ, ഐ ഫീൽ ലൈക്ക് എ പാർട്ട് ഓഫ് മീ ഈസ് മിസ്സിങ് വിതൗട്ട് യു. നിങ്ങളില്ലാതെ അവരുടെ ജീവിതത്തിൻ്റെ തന്നെ ഒരു ഭാഗം അവർക്ക് മിസ്സായി എന്നാണ് അവർക്ക് തോന്നുന്നത്. നിങ്ങളാണ് അവരുടെ ജീവിതത്തിൽ ആ ഒരു കംപ്ലീഷനായിട്ട് അവർ കാണുന്നത്. ഓക്കെ, ഐ ഫീൽ ലൈക്ക് യു ഡിഡൻറ്റ് കെയർ. അവർക്കൊരു കംപ്ലൈൻറ്റ് കൂടിയുണ്ട്, അതായത് നിങ്ങളും അവരുടെ ഭാഗത്തു നിന്ന് ചിന്തിച്ചില്ല. അവർക്ക് ഇത്രയധികം റെസ്പോൺസിബിലിറ്റീസ് ഉള്ള ഒരു വ്യക്തി, അല്ലെങ്കിൽ അവർക്ക് ഒരുപാട് സ്ട്രഗിൾസ് ഉള്ള ഒരു വ്യക്തി, അവരുടെ ബുദ്ധിമുട്ടുകൾ നിങ്ങൾ മനസ്സിലാക്കിയില്ല, അവരുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾ ചിന്തിച്ചില്ല എന്നും അവർ പറയുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഐ ഷുഡ് ഹാവ് എക്സ്പ്രസ്ഡ് മൈ സെൽഫ് ബെറ്റർ. ഓക്കെ, ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് തുറന്ന് പറയണമായിരുന്നു എന്നവർ ചിന്തിക്കുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ അവർ നിങ്ങളോട് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതിരുന്നതിൻ്റെ പേരിൽ, നിങ്ങൾ തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വന്നതിൻ്റെ പേരിൽ ഒരുപാട് കാര്യങ്ങൾ മിസ്സായിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ അവർ ശരിക്കും അവരുടെ പ്രണയം അവർ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളോട് എക്സ്പ്രസ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഇവിടെ റിയലൈസ് ചെയ്യാൻ പറ്റുന്നത്. ഇവിടെ നമുക്ക് അവർ തുറന്ന് പറയുന്നൊരു കാര്യം അത് തന്നെയാണ്. ഓക്കെ, അവരുടെ ശരിക്കുള്ള പ്രണയം അവർ ഹൈഡ് ചെയ്തിട്ടാണ് നിങ്ങളുടെ മുന്നിൽ നിന്നിട്ടുള്ളത്. ഓക്കെ, ഐ ഡോണ്ട് വാണ്ട് ടു റൺ എനിമോർ. ഇനി നിങ്ങളെ വിട്ടു പോകാനായിട്ട് അവർ ആഗ്രഹിക്കുന്നില്ല. ഓക്കെ, ഇത്രയും നാളും നിങ്ങളാണ് ഈ വ്യക്തിയെ ചേസ് ചെയ്തുകൊണ്ടേയിരുന്നത്. അവർ അവരുടേതായിട്ടുള്ള കാര്യങ്ങളിൽ എപ്പോഴും ഇങ്ങനെ ബിസി ആയിട്ടിരുന്നു, അല്ലെങ്കിൽ അവർ ചിലപ്പോൾ ഈ പ്രണയത്തെ ഒരു ഓപ്ഷനായിട്ട് കണ്ടു. അവർക്ക് ഒട്ടനവധി കാര്യങ്ങൾ, ചിലപ്പോൾ അവരുടെ കരിയറിൽ കോൺസെൻട്രേറ്റ് ചെയ്തതായിരിക്കാം, അവരുടെ ഫാമിലിയിലുള്ള റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുത്തതായിരിക്കാം. അങ്ങനെ ഒത്തിരി പ്രോബ്ലംസ് അല്ലെങ്കിൽ ഒത്തിരി സിറ്റുവേഷൻസിലൂടെ കടന്നു പോയപ്പോൾ നിങ്ങളുടെ ആ വ്യക്തിയുമായിട്ടുള്ള ബന്ധം തീർത്തും ഓപ്ഷണലായിട്ട് അവർ കണ്ടു എന്നുള്ളതാണ്. അതായത് അതിൽ നിന്നെല്ലാം ഒളിച്ചോടാനായിട്ട് ശ്രമിച്ചു എന്നുള്ളതാണ്. ഓക്കെ, ഇനി അങ്ങനെ ഒരു രീതിയിലേക്ക് അവർ പോകാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. അവർ ചെയ്തത് തീർത്തും ഒരു തെറ്റ് തന്നെയാണെന്ന് അവർ അംഗീകരിക്കുന്നുണ്ട്. ആൻഡ് ഐ എം അഫ്രൈഡ് ഓഫ് വാട്ട് അതർ പീപ്പിൾ വിൽ തിങ്ക്. ഓക്കെ, അവർക്ക് ഒരു പ്രോബ്ലം ഉള്ളത് മറ്റ് വ്യക്തികൾ എന്ത് ചിന്തിക്കും എന്നുള്ളതിൻ്റെ ഒരു
ഒരു ചിന്ത അവരിലുണ്ട്. അതായത് മറ്റു വ്യക്തികളുടെ ഗോസിപ്പുകളെ ഒക്കെ അവർ ഭയപ്പെടുന്നൊരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അവർ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ മറ്റു വ്യക്തികൾ അംഗീകരിക്കാത്ത റിലേഷൻഷിപ്പോ കാസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസുള്ള റിലേഷൻഷിപ്പോ ഒക്കെ ആയിരിക്കാം. അതുകൊണ്ട് തന്നെ ആ വ്യക്തി മുന്നോട്ട് വരാനായിട്ട് മടിച്ചിരുന്നു, അല്ലെങ്കിൽ മറ്റു ചില കാര്യങ്ങളിലേക്ക് ഫോക്കസ്ഡ് ആയിക്കൊണ്ടിരുന്നു എന്നുള്ളതാണ്. അതിപ്പോൾ ആ വ്യക്തി നിങ്ങളോട് തുറന്ന് പറയുന്നുണ്ട്, ഐ ഹാവൻറ്റ് ഗിവൺ അപ്പ് ഓൺ ആസ് യെറ്റ്. ഓക്കെ, ഒരുപാട് പ്രതീക്ഷകളൊക്കെ ഉള്ള റിലേഷൻഷിപ്പാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോഴും അവർ ആ ഒരു എക്സ്പെക്റ്റേഷനിൽ തന്നെ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. ഐ ഹാവൻറ്റ് ടോൾഡ് യു എവറിത്തിങ്. ഒരു കാര്യങ്ങളും ഇപ്പോൾ നിങ്ങളോട് തുറന്ന് പറഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് വീണ്ടും അവർ പറയുന്നത്. ഒരുപാട് സീക്രട്സ് നിങ്ങൾ അറിയാത്തതായിട്ടുള്ള ഒരുപാട് രഹസ്യങ്ങൾ അവരുടെ ലൈഫിലുണ്ട്. അതെല്ലാം തന്നെ നിങ്ങളോട് തുറന്ന് പറയണമെന്ന് ഇപ്പോൾ ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ്. ഇനി റിലേഷൻഷിപ്പുമായി കണക്ട് ചെയ്ത് വന്നിരിക്കുന്ന ക്ലൂസ് എന്താണെന്ന് കൂടി നമുക്ക് നോക്കാം. ലെറ്റർ ഒ, ലെറ്റർ എ, ലെറ്റർ സി, ലെറ്റർ ഇ, ലെറ്റർ എൽ, ലെറ്റർ ആർ, ലെറ്റർ ഡി, letter S, letter Y, letter N, letter M, letter T, letter W, letter F, letter B and letter V. ഈ ലെറ്റേഴ്സിനെല്ലാം സിഗ്നിഫിക്കൻസ് ഉണ്ട്. അതുപോലെ നമ്പർ 44, 34, 49, 29, നമ്പർ 7, നമ്പർ 6, നമ്പർ 17, 43, 11, 36, 46, 27, number 2, 28, number 12, 24, 37, 22, 53. ഈ നമ്പേഴ്സിനെല്ലാം തന്നെ സിഗ്നിഫിക്കൻസ് കാണുന്നുണ്ട്. ഫെബ്രുവരി, ഏപ്രിൽ, മാർച്ച്, ജൂലൈ, സെപ്റ്റംബർ ആൻഡ് നവംബർ ഈ മാസങ്ങൾക്ക് ഒരു ഇമ്പോർട്ടൻസ് കാണുന്നുണ്ട്. വ്യക്തിയുടെ കൈകൾക്ക് മറ്റുള്ളവരിൽ നിന്നും എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ലോങ് ഹെയർ ആയിരിക്കാം. ഈ വ്യക്തി ഒരു ലോങ് ഡിസ്റ്റൻസിലുള്ള വ്യക്തിയായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ എബ്രോഡ് അയക്കാനുള്ള ചാൻസസ് ഉണ്ട്. ഒരുപാട് യാത്രകളൊക്കെ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. ചില വാഹനങ്ങളോടൊക്കെ ക്രേസ് ഉള്ള ഒരു വ്യക്തിയാണ്. ഫിലിം ഫീൽഡിൽ ജോബുള്ള വ്യക്തികളായിരിക്കാം. മെഡിക്കൽ ഫീൽഡിൽ ജോബുള്ളവരോ ആ ഒരു മേഖലയിൽ പഠിക്കുന്ന വ്യക്തികളോ ആയിരിക്കാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വന്നിരിക്കുന്ന ക്ലൂസ്. ഈ ഒരു ക്ലൂസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. റീഡിംഗ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ജനറൽ റീഡിംഗ് ആണ്, അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും റെസനേറ്റ് ആവുന്നില്ല. നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. റീഡിംഗ് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരെയും ബൈ ബൈ.